കൊല്ലം തേവലക്കരയിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുൻ ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ കൂടുതൽ പേർ പ്രതിപട്ടികയിൽ. പ്രധാന അധ്യാപികയെ കൂടാതെ സ്കൂൾ മാനേജറെയും KCB അസിസ്റ്റന്റ് എഞ്ചിനീയറെയും കേസിൽ പ്രതികളാക്കി. കുറ്റകരമായ അനാസ്ഥയാണ് ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്നാണ് കണ്ടെത്തൽ. തേവലക്കര സ്കൂളിന് മുന്നിലൂടെ അപകടകരമായ രീതിയിൽ വൈദ്യുതി കമ്പികൾ കിടന്നിട്ടും KCBയുടെ ഭാഗത്തു നിന്നും സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്നും ഗുരുതര അനാസ്ഥയുണ്ടെന്ന കണ്ടെത്തലിലാണ് പ്രധാന അധ്യാപികയെയും സ്കൂൾ മാനേജറെയും KCB എഞ്ചിനീയറെയും പ്രതിയാക്കിയത്. സുരക്ഷാ ഭീഷണിയുള്ള രീതിയിൽ വൈദ്യുതി ലൈൻ കടന്നുപോകുന്നത് റിപ്പോർട്ട് ചെയ്യാത്തതിൽ അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ഭാഗത്ത് ജാഗ്രത കുറവുണ്ടായെന്ന് തദ്ദേശ വകുപ്പ് ചീഫ് എഞ്ചിനീയറുടെ റിപ്പോർട്ട് നൽകിയിരുന്നു. തദ്ദേശ ഭരണ വകുപ്പ് ചീഫ് എഞ്ചിനീയർ സമർപ്പിച്ച രണ്ടാമത്തെ റിപ്പോർട്ടിലാണ് വീഴ്ച തുറന്നു സമ്മതിക്കുന്നത്. സ്കൂൾ കെട്ടിടത്തിന്റെ ചുവരിനോട് ചേർന്ന് തന്നെയാണ് സൈക്കിൾ ഷെഡ് നിർമ്മിച്ചിട്ടുള്ളത്. ഷെഡിന്റെ മേൽക്കൂരയ്ക്ക് 88 സെന്റിമീറ്റർ മുകളിലൂടെയാണ് ലോ ടെൻഷൻ വൈദ്യുതി ലൈൻ കടന്നുപോകുന്നത്. തല പരിശോധന നടത്തിയപ്പോൾ ദൂരപരിധി പാലിക്കാതെ ലൈൻ കടന്നുപോകുന്നത് റിപ്പോർട്ട് ചെയ്യാത്തതിൽ മൈനാഗപ്പള്ളി പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ഭാഗത്ത് ജാഗ്രത കുറവുണ്ടായെന്നും കണ്ടെത്തിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ പേർക്കെതിരെ നടപടി ഉണ്ടാകാനാണ് സാധ്യത. ന്യൂസ് മലയാളം, കൊല്ലം.